കച്ചവടം നടത്തും, കച്ചവടം. വാടാ നമുക്ക് പോകാം. ഞങ്ങൾ ശിവാശി അകത്ത് വെച്ച് പൂട്ടിയിരിക്കുന്നേ. എന്റെ ചേട്ടൻ ചെയ്യില്ല, ഇവനകത്ത് കിടന്നാലെന്താ? അവിടെ കിടന്ന് ചാകട്ടെ. നിങ്ങളൊക്കെ വാടാ, അടിച്ചു പൊട്ടിക്കാം. കടക്കുള്ളിൽ വെച്ച് പൂട്ടിയിരിക്കുന്നേ. ഞങ്ങൾ ഇഷ്ടമുള്ള ചെയ്യും. നീ അത് പോടാ. ഞങ്ങളെ പേടിപ്പിക്കാം. ആരേണ്ടത്? ഇവിടെ വാടാ. എന്തിനാ ശിവാശി എല്ലാവരും അകത്തിട്ട് പൂട്ടിയത്? ഈ കടയ്ക്ക് മാത്രം ഇന്ന് ബന്ധാണ്. അപ്പൊ ബാക്കിയുള്ള കടക്കൊക്കെയോ? തുറക്കാലോ. നമസ്കാരം വക്കീൽ സാർ. നമസ്കാരം. 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 അയ്യേ നിർത്തടാ. ഇന്നാ മോനെ ശിവകാശി ചായ. ഓസിന് കുടിക്കാൻ വേണ്ടി ചായ മേടിക്കാൻ പോണ്ട ഗതികേടായല്ലോ എനിക്ക്. എന്റെ സാറേ, വക്കീലിന് പഠിച്ചിരിക്കുന്നല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ചെയ്തോ, സെക്കൻഡ് ക്ലാസ്സിൽ പാസ് ചെയ്തോ, അല്ല തേർഡ് ക്ലാസ്സിലാണോ പാസ് ചെയ്തത്? വണ്ടി കയറിയത് അവളെ പോലെ ആയിരിക്കുന്നേ. എന്നിട്ട് ആവശ്യമില്ലാതെ സംസാരവും. ചായ ക്ലാസ് വക്കീൽ എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുക. എടാ മോനെ ശിവകാശി, ഇതൊന്നും നീ ചോദിക്കില്ലേ? നീ എന്തായി ചെയ്യുന്നേ? ഈ ചായക്ക് ചൂട് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയതാ. വെൽഡിംഗ് തീ കൊണ്ട് ചായ ചൂടാക്കാനും മാത്രമുള്ള അഹങ്കാരമൊക്കെ ആയോ നിനക്ക്? ഇതെന്തായി കാണിക്കുന്നത്? ഇപ്പോ ചൂട് കൂടുതലാ, അതുകൊണ്ടൊന്ന് തണുപ്പിക്കുകയായിരുന്നു. പൊന്നു മോനെ, ഒരു ചായ കുടിക്കാൻ നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടേ, നാളെ നിന്റെ കെട്ടിയോളെ നീ കഷ്ടപ്പെടുത്തുമല്ലോ. തന്റെ കെട്ടിയോക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് മതി. എന്റെ കെട്ടിയോളല്ല, നിന്റെ കെട്ടിയോളെ കുറിച്ചാ ഞാൻ പറഞ്ഞേ. അല്ല അതൊക്കെ പോട്ടെ, ഇയാളെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചായിരുന്നല്ലോ. എന്നും കോടതി കയറി ഇറങ്ങുന്ന ഇയാളുടെ അടുത്ത് അവർക്ക് ചതിവ് പറ്റിയല്ലേ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ. ഒരു തെണ്ടി എന്നോട് വന്ന് പറഞ്ഞു, കോവളം കടപ്പുറത്ത് ഒരു വലിയ കേസുണ്ട്, അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം പുഷ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. ആഗ്രഹം തോടിച്ചെന്ന് ആ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായത് ഞാൻ അടിച്ചത് കോളിംഗ് ബെല്ലല്ല, അടിച്ചത് മൊത്തം മരണമണിയാണ്. കേസ് കണ്ടായിരുന്നോ നിങ്ങള്? അത് വാദിക്കുന്ന കേസല്ലായിരുന്നു. എടാ സമയത്ത് ജനിക്കാത്തവനെ എന്തിനാടാ ഇങ്ങനെ ചാടുന്നത്? ശരി വക്കീലെ, അത് വിട്, മാറ്ററിലേക്ക് വാ. കേസിന്റെ കാര്യം അന്ന് ഞാൻ അറിയാതെ ആ കേസ് വാദിക്കാൻ പോയതാ. ഇതുവരെ ഞാൻ ആ കേസും കൈപിടിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുക. വക്കീല് വിഷമിക്കണ്ട, ദാ അങ്ങോട്ട് നോക്ക്, കേസ് വന്നോ? എനിക്കറിയായിരുന്നു. ഇന്ന് മുതൽ ഞാൻ ചായ ക്ലാസ് വക്കീലല്ല, ഹൈ ക്ലാസ് വക്കീൽ. വക്കീൽ സാറേ, ഈ കേസ് എടുക്കുന്നോ? ജീവിതത്തിൽ കോടതിയിലെ കേസല്ല, അതെല്ലാ കേസും വരുന്നുണ്ട്.
പരമേശ്വര, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ ഇവിടെ ആദ്യമായിട്ടൊന്നല്ലല്ലോ വരുന്നത്. എനിക്ക് അകത്ത് കിടക്കുന്ന ബുദ്ധിരിയല്ല. ഞാൻ അകത്ത് കിടക്കുമ്പോ കട തുറന്ന് കച്ചവടം ചെയ്തില്ലേ, അതാ എനിക്ക് ഇഷ്ടമാകുന്നത്. അതെ അതെ, അല്ലെങ്കിൽ ചേട്ടനെന്താണ് ആരാടാ കട തുറക്കാൻ പറഞ്ഞത്? ഏതവനടാ അവൻ? ഞാൻ അകത്ത് കിടക്കുമ്പോ നീയൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുവല്ലേ? ഞാൻ അകത്ത് കിടക്കുമ്പോ നിന്നോട് കട തുറക്കാൻ ആരാടാ പറഞ്ഞത്? ആരാടാ നിന് ധൈര്യം തന്നത്? ആരാടാ കട തുറക്കാൻ പറഞ്ഞത്? ചേട്ടാ ഷട്ടേന്ന് കേട്ട് പറയാം. ചേട്ടാ ഷട്ടേന്ന് കേട്ട് പറയാം. അവൻ പറന്ന് റാഞ്ചുന്നതിൽ കഴുകൻ, പാഞ്ഞടിക്കുന്നതിൽ കാട്ടിലെ സിംഹം, പറന്നും പറക്കാതെയും ചുറ്റിയടിക്കുന്നതിൽ അവൻ ശിവകാശി.